ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്പെക്ട്രം പബ്ലിക്കേഷൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പുസ്തകമാണ്. രാജീവ് അഹിർ IPS ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന ഏതൊരു അസ്പിരൻസും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഏത് കോച്ചിങ് സെൻറ്ററും ഏത് ഗൈഡൻസ് തരുന്ന ആളുകളും പറയുന്ന മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പുസ്തകമാണ് രാജീവ് അഹിർ IPS എഴുതിയിട്ടുള്ള എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് ഇതിൽ കംപ്ലീറ്റ് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ കണ്ടൻറ്റ് എന്ന് നോക്കാം. അതിൻ്റെ പുറമെ നമ്മുടെ കേരള KAS എക്സാമിനും ഇത് വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ PSCക്ക് വരുന്ന പല ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ ഒട്ടുമിക്ക എക്സാമിനും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ലൈൻ ബൈ ലൈനായിട്ട് എല്ലാ എക്സാംസിനും ചോദിക്കുന്നത് കാണാം. വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഒട്ടുമിക്ക എക്സാംസിനും നമുക്ക് കാണാം. അതുകൊണ്ട് ഈ ഒരു പുസ്തകം സിവിൽ സർവീസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് PCS ഓർ PSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന, അതുകൂടാതെ SSC പോലത്തെ പല എക്സാമിനും തയ്യാറെടുക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നതെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റിവോൾട്ട് ഓഫ് 1857 വെച്ചിട്ടാണ്. പുതിയ എഡിഷനിൽ 1-2 ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അവർ കുറച്ച് പിന്നിലേക്ക്. അതായത് 1857 കുറച്ച് മുമ്പത്തെ ഹിസ്റ്ററിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഒന്ന്, റിവോൾട്ട് ഓഫ് 1857 അതിൻ്റെ റീസൺസ്, അതുപോലെ തന്നെ നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ഒന്ന്, എക്കണോമിക് കോസസ്, പൊളിറ്റിക്കൽ കോസസ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസസ്, സോഷ്യോ റിലീജിയസ് കോസസ്, ഇൻഫ്ലുവൻസ് ഓഫ് ഔട്ട്സൈഡ് ഇവൻറ്റ്സ്, ഡിസ്കണ്ടൻറ്റ് എമോങ്സ് സെപ്പോയ്സ്, ബിഗിനിങ് ആൻഡ് സ്പ്രെഡ്, സ്റ്റോം സെൻറ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദ റിവോൾട്ട്. ഇതൊക്കെ നമ്മൾ ഒട്ടുമിക്ക എക്സാമിനും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സപ്രഷൻ ഓഫ് റിവോൾട്ട്, കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് റിവോൾട്ട്, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഫാക്ടർ, നേച്ചർ ഓഫ് ദ റിവോൾട്ട്, കോൺസിക്വൻസസ് ആൻഡ് സമ്മറി. എല്ലാ ചാപ്റ്ററിൻ്റെയും ബാക്കിൽ പിന്നിലായിട്ട് സമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, വളരെ അദ്ദേഹത്തിൻ്റെ നോട്ട്സാണ് അദ്ദേഹം പുസ്തകമാക്കിയതെന്ന് തോന്നും. അതായത് കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ, സ്റ്റോറി ആയിട്ടൊന്നുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം എഴുതി ഉണ്ടാക്കിയ, പാരഗ്രാഫായിട്ടാണെങ്കിലും പോയിൻറ്റ്സ് മാത്രം ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് പോലും നമുക്ക് ഒഴിവാക്കാൻ തോന്നാത്ത തരത്തിലുള്ള പുസ്തകമാണ്. ഓക്കെ, രണ്ടാമത്തത് റിലീജിയസ് ആൻഡ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്. ഇത് നമുക്കറിയാം, ഒട്ടുമിക്ക എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തു നിന്നുള്ളത്. ലെറ്റ് us see what are the important topic they are talking here. See, religious and social reform movements, genesis of awakening. എന്തൊക്കെയാണ് ആ സമയത്ത് അങ്ങനെ ഒരു സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായത്. സോഷ്യൽ റിഫോം, എ ജനറൽ സർവേ ഓഫ് സോഷ്യോളജിക്കൽ റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ദ സോഷ്യോ സ്ട്രക്ചറൽ റിഫോം മൂവ്മെൻറ്റ്സ്. ഓക്കെ, ആൻഡ് ദ ലീഡേഴ്സ്. പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ റിഫോംസ് ആൻഡ് മൂവ്മെൻറ്റ്സ്, നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് റിഫോം മൂവ്മെൻറ്റ്സ്, സമ്മറി. ദ സ്ട്രഗിൾ ബിഗിൻസ്. ഇനി എങ്ങനെയാണ് റിവോൾട്ട് തുടങ്ങുന്നത്? അതിന് കുറേ ഫേസുകളുണ്ട്. മോഡറേറ്റ് ഫേസ്, ഏർലി കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഫാക്ടേഴ്സ് ഇൻ ഗ്രോത്ത് ഓഫ് മോഡേൺ നാഷണലിസം, അതതിൻ്റെ ഒരു റീസണാണ്. പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ബിഫോർ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സംഘടനകൾ INCയുടെ മുമ്പിലുള്ള പ്രീ കോൺഗ്രസ് ക്യാമ്പയിൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇറ്റ്സ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. എന്തുകൊണ്ടാണ് അതിങ്ങനെ ഒരു INC തുടങ്ങിയത്? നമുക്കറിയാം, ഒരു ബ്രിട്ടീഷുകാരൻ തുടങ്ങിയ, അല്ലെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ? മെത്തേഡ്സ് ഓഫ് പൊളിറ്റിക്കൽ വർക്ക്, ഏർലി മോഡറേറ്റ്സ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് മോഡറേറ്റ് നാഷണലിസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ ഏർലി നാഷണലിസ്റ്റ്, റോൾ ഓഫ് മാസസ്,
attitude of the government. That chapter ends. Okay. Let us see how many chapters are there. Around 10 chapters are there. 16 chapters are there. Okay. വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് പിന്നെ നടത്താം. എന്തൊക്കെയാണ് കണ്ടൻറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ദെൻ നെക്സ്റ്റ് ഈസ് നാഷണൽ മൂവ്മെൻറ്റ്. നാഷണൽ മൂവ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Why militant nationalism grow? The Swadeshi and boycott movement, the movement under militant leadership. ഇത് ഒരു മിലിറ്ററി റവല്യൂഷണറി ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ പറയുന്നത്. എക്സ്റ്റെൻറ്റ് ഓഫ് മാസ് പാർട്ടിസിപ്പേഷൻ, ഓൾ ഇന്ത്യ ആസ്പെക്ട്, ആനുവൽമെൻറ്റ് ഓഫ് പാർട്ടീഷൻ, വൈ ഡിഡ് ദ സ്വദേശി മൂവ്മെൻറ്റ് ഫിസിൽ ഔട്ട്. സി ഈ സമയമാകുമ്പോഴത്തേക്കാണ് നമുക്കറിയാം ബംഗാൾ വിഭജനം നടക്കുന്നത്. പിന്നെ അതിനെ തുടർന്ന് അതിൻ്റെ ആ സമയത്ത് തന്നെ മോഡറേറ്റ്സ് അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റ് രണ്ട് വിഭാഗമായിട്ട് കോൺഗ്രസ് പിളരുന്നു. അസസ്മെൻറ്റ്സ് ദ സൂറത്ത് സ്പ്ലിറ്റ്. ഓക്കെ, സൂറത്ത് സ്പ്ലിറ്റ്. ദ ഗവൺമെൻറ് സ്ട്രാറ്റജി, റവല്യൂഷണറി ടെററിസം, മോർലി മിൻഡോ റിഫോംസ്, ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് നാഷണലിസ്റ്റ് റെസ്പോൺസസ്, ഹോം റൂൾ ലീഗ് മൂവ്മെൻറ്റ്, ലക്നൗ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മൊണ്ടേഗു സ്റ്റേറ്റ്മെൻറ്റ്, ഓഗസ്റ്റ് 1917. Summary. Okay. Next, national movement. 1919 to 1939 era. ഈ സമയത്ത് എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം ജാലിയൻ വാലാബാഗ് സംഭവിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. വൈ നാഷണലിസ്റ്റ് റിസർജൻസ് നൗ. ഈ സമയത്താണ് ഖിലാഫത്ത് മൂവ്മെൻ്റ് ഒക്കെ നടന്നത്. മോണ്ടേഗു ചെംസോഡ് റിഫോംസ് ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 റിലേറ്റഡ് ആക്ട്, എമർജൻസ് ഓഫ് ഗാന്ധിജി ആക്റ്റീവ് ആകുന്ന സമയമാണ്. ഗാന്ധി ഇൻ ഇന്ത്യ, ഗെയിംസ് ഫ്രം അഹമ്മദാബാദ് ഖേദ. ദിസ് മേ ബി ചമ്പാരൻ. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അഹമ്മദാബാദ് ഖേദ. ഓക്കെ, സത്യാഗ്രഹ അഗേൻസ്റ്റ് ദ റൗലത്ത് ആക്ട്. ദെൻ റൗലത്ത് ആക്ട്, ഫസ്റ്റ് മാസ് സ്ട്രൈക്ക്, ജാലിയൻ വാലാബാഗ് മസാക്കർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, സ്വരാജിസ്റ്റ് ആൻഡ് നോ ചേഞ്ചസ്. ഓക്കെ, then emergence of new force during 1920, revolutionary terrorism during 1920s, growth of communalism, anti-Simon Commission upsurge, Nehru report, then run-up of civil disobedience movement, first round RTC, round table conferences. Okay, then Gandhi-Irwin Pact, evaluation of civil disobedience movement, Karachi Congress session, second RTC, communal award Pune Pact. അന്ന് അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയുള്ള മൂവ്മെൻറ്റ്, അതും ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, ഗാന്ധി ആ സമയത്ത് ഹങ്കർ സ്ട്രൈക്കിലിരിക്കുന്നത്, പിന്നീട് ഒരു കോംപ്രമൈസിലെത്തുന്ന കാര്യങ്ങൾ വരെയായി. ഇനി ഗാന്ധിസ് ഹരിജൻ ക്യാമ്പയിൻ, സ്ട്രാറ്റജിക് ഡിബേറ്റ്, ദ ഫസ്റ്റ് സ്റ്റേജ് ഡിബേറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ദ സെക്കൻഡ് സ്റ്റേജ് ഡിബേറ്റ്, 28 months ഓഫ് കോൺഗ്രസ് റൂളിംഗ് പ്രൊവിൻസസ്. ഓക്കെ, അതിനിടയ്ക്ക് ഇലക്ഷൻ നടന്നു, പ്രൊവിൻഷ്യൽ റൂളർ കോൺഗ്രസ്, പിന്നീട് അവരെല്ലാം രാജിവെക്കുന്നു, റിസൈൻ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ. നാഷണൽ മൂവ്മെൻറ്റ്. ഓക്കെ, ഹെഡിങ് കംപ്ലീറ്റ് എഴുതിയിട്ടില്ല അവർ. എനിവേ ലെറ്റ് us see. ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാണ്. ഫ്രീഡം ആൻഡ് പാർട്ടീഷൻ്റെ സമയമായി, അല്ലെങ്കിൽ ഫ്രീഡം കിട്ടിയ സമയമായി. ആ സമയത്ത് പാർട്ടീഷൻ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനങ്ങൾ, സെക്കൻഡ് വേൾഡ് വാർ, നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, ഓഗസ്റ്റ് ഓഫർ, ഇൻഡിവിജ്വൽ സത്യാഗ്രഹ, ക്രിപ്സ് മിഷൻ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഫാമിൻ, രാജഗോപാലാചാര്യ ഫോർമുല. ഇന്ത്യനെ വിഭജിക്കുന്ന സമയത്ത് പല ഡിസ്കഷൻസ് നടന്നിരുന്നു. എങ്ങനെ വിഭജിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കാണുന്നതെന്ന് പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദേശായി റിയാക്ട് പാക്ട്, വേവൽ പ്ലാൻ, ഇന്ത്യൻ നാഷണൽ ആർമി, പോസ്റ്റ് വാർ ഇൻ നാഷണൽ അപ്സർജ്, കോൺഗ്രസ് ഇലക്ഷൻ ക്യാമ്പയിൻ ആൻഡ് INA ട്രയൽസ്, 3 അപ്സർജ് ഇലക്ഷൻ റിസൾട്ട്സ്. ഓക്കെ, അതിനടുക്കുള്ള റിസൾട്ട് ഇലക്ഷൻ. ദെൻ ക്യാബിനറ്റ് മിഷൻ, കമ്മ്യൂണൽ ഹോളോകോസ്റ്റ്,
Attlee Statement Towards Partition, Mountbatten Plan, Indian Independence Act, Problem of Early Withdrawal, Integration of States, then why Congress accepted partition, etc. Administrative changes after 1857. ഇനി നോക്കുക, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതിന് ശേഷം പല മാറ്റങ്ങളും നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത് വരെ ആ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നതാണ് ഈ കാര്യങ്ങളിൽ പറയുന്നത്. ഓക്കെ, പബ്ലിക് സർവീസ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഫോറിൻ പോളിസി, ഇതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നില്ലെങ്കിലോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ബ്രിട്ടീഷുകാർ എന്താ നമുക്ക് ചെയ്തു വെച്ചത്? നന്മയാണോ ചെയ്തത്, അല്ല ഇന്ത്യയുടെ ഒക്കെ നശിപ്പിക്കുകയാണോ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ കണക്ക് നിരത്തി ഇതിൽ പറയുന്നുണ്ട്. എംപവർമെൻറ്റ് ഓഫ് പെസൻട്രി, കർഷകർക്ക് എന്ത് സംഭവിച്ചു, ലാൻഡ് റിഫോംസ്, ജമീന്ദാർ സിസ്റ്റം, ദെൻ സ്റ്റാഗ്നേഷൻ ആൻഡ് ഡിറ്ററേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഇന്ത്യൻ അഗ്രികൾച്ചർ കൊമേഴ്ഷ്യലൈസേഷൻ നടന്നത്, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രി, റൈസ് ഓഫ് ഇന്ത്യൻ ബുർജാസ്, ചെറിയ ചെറിയ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, ചെറുതായിട്ട് സീഡ് അവിടെ നടന്നത്, ഫാമിൻ ആൻഡ് പവർട്ടി, വലിയ ദുരന്തങ്ങളുണ്ടായത്, ഓക്കെ, എറ്റ്സെട്ര. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ പ്രസ്. എന്തൊക്കെയാണ് പ്രസ്സുമായിട്ട് റിലേറ്റഡ്, എന്തൊക്കെ നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നത്, പ്രസ്സിനെ അടിച്ചമർത്താൻ എന്തൊക്കെ കൊണ്ടുവന്നു, അതിനെതിരെ എന്തൊക്കെ സ്ട്രൈക്കുകൾ നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നു. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ എഡ്യൂക്കേഷൻ. എന്താണ് ബ്രിട്ടീഷുകാർ നമുക്ക് ചെയ്തു തന്നത്? ചാർട്ടർ ആക്ട്, ഓരോ ആക്റ്റിലൊക്കെ വുഡ്സ് ഡെസ്പാച്ച്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ആക്ട്, എഡ്യൂക്കേഷണൽ പോളിസി, സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ, എഡ്യൂക്കേഷൻ അണ്ടർ ഡയാർക്കി, ഓക്കെ, ഓരോ വാർധ സ്കീം, സർജൻറ്റ് പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് വെർണക്കുലർ എഡ്യൂക്കേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ദെൻ ഇവാലുവേഷൻ ബ്രിട്ടീഷ് പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ. Now some other aspects of British rule: British social and cultural policy in India, civil services, police, judiciary, development of constitution from 1773 to 1858, the Indian state, okay, ഇന്ത്യ രാജ്യത്തെക്കുറിച്ച്, പോളിസി ഓഫ് റിംഗ് ഫെൻസ്, സബോർഡിനേറ്റ് ഐസൊലേഷൻ, സബോർഡിനേറ്റ് യൂണിയൻ, ഈക്വൽ ഫെഡറേഷൻ, ഇൻ്റഗ്രേഷൻ ആൻഡ് മെർജർ. ദെൻ സിവിൽ റെബലിയൻസ് ആൻഡ് ട്രൈബൽ അപ്രൈസിങ്, അന്ന് നടന്ന ആദിവാസി സമരങ്ങളെക്കുറിച്ചുള്ള ചെറിയ ബ്രീഫിങ്സ്, ഓരോ ഏരിയയിലും, സൗത്ത്, നോർത്ത്, വെസ്റ്റേൺ ഏരിയ, ബംഗാളിൻ്റെ ഭാഗം, ഇതൊക്കെ. ദെൻ കർഷകരുടെ മൂവ്മെൻ്റാണ്. എന്തൊക്കെയാണ് അന്ന് നടന്ന കർഷകരുടെ മൂവ്മെൻറ്റ്സ്, പിന്നെ ഈ വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ കർഷകർ എന്ത് ചെയ്തു, അതുപോലെ ഫ്രീഡം സ്ട്രഗിളിൽ അവരുടെ പാർട്ടിസിപ്പേഷൻസ് എന്തൊക്കെയായിരുന്നു, അവരുടെ വറീസ് എന്തൊക്കെയായിരുന്നു, എന്താണ് അവർ സ്ട്രൈക്ക് ചെയ്യാൻ കാരണം, എല്ലാവരും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ, വലിയ കർഷകരും സാധാരണക്കാരും ചെയ്തിട്ടുണ്ടോ, എറ്റ്സെട്ര. ദെൻ വർക്കിംഗ് ക്ലാസ്, എപ്പോഴാണ് ഇന്ത്യയിൽ വർക്കിംഗ് ക്ലാസ് ഉയർന്നു വന്നത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങിയത്, എന്തൊക്കെ നിയമങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നാഷണലിസ്റ്റ് ഫോറിൻ പോളിസി, ഓക്കെ, വേൾഡ് വാർ ഫസ്റ്റ്, ഇൻഡിപെൻഡൻസ്, ഫാസിസം, എറ്റ്സെട്ര, സോഷ്യലിസ്റ്റ് സിസ്റ്റം, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. മറന്നുപോകാതെ ചെയ്യാനുള്ള ഒരു കാര്യം, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.